നമ്മളെ കുന്നില നന്ദു ഗൾഫിൽ നിന്ന് വിളിക്കുന്ന ലൗഡ് സ്പീക്കർ ഇടാം. നന്ദുവിന് നമ്മളെ ഓർമ്മ ഉണ്ട്. സുരേഷണ്ണ എന്റെ അച്ഛൻ മരിച്ചോണ്ണ. അയ്യോ എപ്പോഴും എടി ഞാൻ കഴിഞ്ഞ ആഴ്ചയും കൂടി. അച്ഛൻ വീടോട്ട് പോയിട്ട് 6 വർഷമാണ് അണ്ണാ. അച്ഛന്റെ ബോഡി താലൂക്കത്തിലുണ്ട്. നിങ്ങൾ ഏറ്റുവാങ്ങി വീട്ടിലെത്തിക്കണം. നമ്മളെ രഘുയാമന്റെ മോൻ രാഹുലും കൂടെ വരും. എനിക്ക് നിങ്ങളൊക്കെ ഉള്ളണ്ണ. അത് പിന്നെ നമുക്ക് അറിഞ്ഞൂടെ? എടാ നമ്മൾ ചെയ്തിരിക്കും, കൺഫേംഡ്. ഓക്കെ ശരി അണ്ണാ. എടാ ഇതൊക്കെ വള്ളിയാവോടെ? അണ്ണാ വള്ളിയല്ല, പിടിവള്ളി. ഈ ശവടക്കം നമ്മളെ നടത്തി കൊടുത്ത ഈ ചെറുക്കൻ്റെ നിന്ന് കുറച്ച് ഫണ്ടടിച്ചെടുത്തൂടെ അണ്ണൻ പറ. അത് ശരിയല്ല. ഈ മരിച്ച ആളെ നിനക്കറിയാവൂടെ? പിന്നെ അറിഞ്ഞൂടെ അണ്ണാ? ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പാല് പഠിക്കുന്നവരെ വീട്ടിൽ നിന്നായിരുന്നു. അന്ന് അയാളുണ്ടായിരുന്നു. എനിക്ക് നല്ല കാലക്കനുണ്ട് അറിയാം. അന്ന് അയാൾക്ക് എത്ര വയസ്സ് വരുമായിരുന്നു? ഏകൊരു 30 ദിവസമാണ്. ഇപ്പോഴാ ഒരു 80 കാണണം. അണ്ണാ ഞാൻ ഒരു ഷർട്ട് വാങ്ങിച്ചോണ്ട് വരാം. എന്തേ നാളെ തന്നെ കല്യാണം? രാജേന്ദ്രമാവൻ പണ്ടെൻ്റെ അടുത്തൊരു ഷർട്ട് ചോദിച്ചായിരുന്നു. ഞാൻ കൊടുത്തില്ലണ്ണ. ഞാൻ പോയി ഒരു ഷർട്ട് വാങ്ങിച്ചോണ്ട് വരാം. വേഗം പോട്ടോ. ഹലോ, ആരെങ്കിലും ആ ബോഡി ഒന്ന് ഐഡന്റിഫൈ ചെയ്യണേ. ആളിത് തന്നെ. എവിടെ പോയതാ എത്ര നേരം? അണ്ണാ ചിന്നൂസിലെ ആഡി സെയിൽ നടക്കണം. അണ്ണാ ആഡി സെയിൽ അണ്ണാ ഒന്നെടുത്താ ഒന്ന് ഫ്രീ. അണ്ണാ ഇതാകുമ്പോ മാമന് മാറി മാറി ഇടാല്ലേ. ആ കേണ കേണ കേണ. മാമ ഇത് ഇവിടത്തെ അപ്പൂപ്പ അല്ല, പിന്നെ ഇത് വേറെ ഏതാ അപ്പൂപ്പൻ. സുരേഷ്, നീ ഇത് ആരെ കൊണ്ടാ അവിടെ വന്ന്? എടാ ഇത് രാജേന്ദ്രമാമനൊന്നും അല്ല. നീ കണ്ടവരെ കൊണ്ടുവന്നിട്ട് എടുത്തോണ്ട് ഇറങ്ങാ എന്നെ അങ്ങോട്ട്. ക്ഷമിക്കണ്ണ, വണ്ടി ഇറങ്ങ. അയ്യോ എനിക്കൊന്നും പറഞ്ഞൂടെ. എവിടെയാണോ എന്റെ മൂത്തച്ഛൻ? അയ്യോ ഒന്നും ചെയ്യല്ലേ, ഒന്നും ചെയ്യല്ലേ. ഒരു ഔത്തമ്മയ്ക്കാണ്. നിങ്ങൾ ആരാണ് മരിച്ചത്? എന്റെ മൂത്തച്ഛൻ ഒരു കുഴപ്പമില്ലണ്ണ, ഒരു 10 കൊല്ലം കൂടി ഇരിക്കും. അണ്ണ നമ്മളെ സാധനം പോയി നമ്മൾ പോട്ടണ. രജീണ ബോഡി. സുരേഷേ, ഞാനപ്പ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. നീ ഇപ്പൊ ബോഡി അവിടെ നിന്ന് എടുക്കാനൊന്നും നിൽക്കണ്ട. ആംബുലൻസ്? എടാ ആംബുലൻസിന്റെ പൈസയൊക്കെ ഞാൻ തരാം. എടാ നിനക്കറിയാലോ അയാൾക്ക് 4 ഭാര്യമാരും അതിൽ 12 പിള്ളേരുമാണ്. അതിൽ ആരെങ്കിലും ഒരാൾ വന്ന് എടുത്തിട്ട് പോട്ടടേ. നിങ്ങൾ ഇനി ഇതിൽ ഇടപെടണ്ട. ഓക്കെ ബോഡി പൊട കുടുംബകാര്യത്തിൽ ഇടപെടാതെ പോയിണ്ടേ. സുരേഷേ, നല്ല ഫണ്ട് തന്നെടാ വന്ന് കേറിയത്. നമുക്കിത് തിരിച്ചാ മോർച്ചറി തന്നെ കൊണ്ട് കൊടുത്താലോ? നീ ഒറ്റയ്ക്ക് അങ്ങ് പോയാ മതി. എനിക്ക് അണ്ണാ ഇതിന് മെഡിക്കൽ കോളേജിൽ കൊണ്ട് വിറ്റാലാണ്. എടാ അതിനവിടെ മനുഷ്യനെ അല്ലേ എടുക്കുള്ളൂ, മരപ്പെട്ടി എടുക്കൂലല്ലോ. ഇതിനിപ്പോ എന്ത് ചെയ്യണം? സുരേഷേ ഒരു വഴി ഉണ്ടടാ. കഴുകനെങ്ങാനും എടുക്കണം. കാക്കാവത്തൂല പിന്നെയല്ലേ.